രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി മ്യൂസിയം ഒരുങ്ങുന്നു. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാർക്കൊപ്പം ഡൽഹി തീൻമൂർത്തി ഭവനിൽ നരേന്ദ്രമോദിക്കും മ്യൂസിയം ഒരുങ്ങുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് 2000-ഓളം ചതുരശ്രടി വിസ്തൃതിയിൽ തിരക്കിട്ട മോദിക്കായി ഗാലറി നിർമ്മിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. 16 വർഷം ജവഹർലാൽ നെഹ്റു താമസിച്ച തീൻമൂർത്തി ഭവൻ നെഹ്റുവിന്റെ 75ാം ജന്മദിനത്തിലാണ് വീട് മ്യൂസിയമായി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ നവീകരിച്ച പേരുമാറ്റി ഇത് പ്രധാനമന്ത്രി സംഗ്രഹാലയാക്കി. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാരുടെ സംഭാവനകളും ജീവിതവുമാണ് പ്രദർശനത്തിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ 2000 ചതുരശ്രടിയിൽ പുതിയ കെട്ടിടത്തിൽ മോദിക്കായി വൻ ഗ്യാലറിയാണ് ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിലാണ് ധൃതിയിൽ ഗ്യാലറി നിർമ്മിക്കുന്നത്. താഴത്തെ നിലയിൽ നിന്നും ഗ്യാലറിയിലേക്കുള്ള വഴിയിൽ 2014 മുതൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിരയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനം, സർക്കാരിന്റെ കാലത്തെ നിയമനിർമ്മാണങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള 22 ഗ്യാലറികളിൽ ഏറ്റവും വലുതാണ് മോദി ഗ്യാലറി. ഭീമൻ LED വാളുകളിലായി മോദിയുടെ ബാല്യകാലം മുതലുള്ള ജീവിതത്തെക്കുറിച്ച് പ്രദർശനമുണ്ട്. വിവിധ ഇൻസ്റ്റലേഷനുകൾ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉൾപ്പെടെ നടപ്പാക്കിയ പ്രധാന പദ്ധതികൾ വീഡിയോ രൂപത്തിലും പ്രദർശിപ്പിക്കുന്നു. മോദിയുടെ വിദേശയാത്രകളെക്കുറിച്ച് പ്രത്യേകം പ്രദർശനവുമുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കവേ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള BJP തന്ത്രമാണിതെന്ന് കോൺഗ്രസ് വിമർശിച്ചു. കഴിഞ്ഞ ജൂണിൽ നെഹ്റു ലൈബ്രറി പ്രധാനമന്ത്രി ലൈബ്രറിയാക്കി മാറ്റിയതിനെതിരെയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് 3 പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഗാന്ധി കുടുംബത്തിലെ ആർക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി എന്ന ഒറ്റ നേതാവിനെ ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചരണത്തിന്റെ ഭാഗമാണ് മ്യൂസിയം എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. അതേസമയം വിമർശനങ്ങൾ ഗൗനിക്കാതെ ജനുവരി 15-നകം മ്യൂസിയം ജനങ്ങൾക്ക് തുറന്നു നൽകാനൊരുങ്ങുകയാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.